നിങ്ങളെ വീട് എവിടെയാ? ഒരു ഉത്തരം പറയാനാണ്, വേറെ ഒരു വിവരത്തിനാണ്. എവിടെയാ വീട്? അതിന് ഉത്തരം പറയാനാണ്. നിങ്ങളെ വീട് എവിടെയാണെന്ന് ചെയ്യുന്നത്? അത് നാട് എന്നാണ്. ഏതാ നാട്? സാമൂഹ്യ ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നാട്ടിൽ നടക്കാറില്ലേ? അതിന്റെ അർത്ഥം കുറ്റത്തോട് പിന്നെ മൃദു സമീപനം ഉണ്ട് എന്നാണോ? കുറ്റത്തോട് ഒരു തരത്തിലുള്ള മൃദു സമീപനവും ഇല്ല. പക്ഷേ മനുഷ്യരെപ്പോഴും മനുഷ്യത്വം പാലിച്ചു പോകാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ കണ്ടാൽ മതി. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞ ഇതാണ്. അതായത് നാട്ടിലുള്ള ഒരു മരണം നടന്നാൽ ആ മരണ വീട്ടിൽ ഒരു കൂട്ടർ പോകുന്നത് അത് ഒരു നിഷിദ്ധമായൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. കുറ്റത്തോട് മൃദുവായ സമീപനം സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. കുറ്റത്തോട് മൃദുവായ സമീപനം സ്വീകരിക്കാൻ പാടില്ല. കുറ്റവാളികളോട് മൃദുവായ സമീപനം സ്വീകരിക്കുന്നുണ്ടെങ്കിലാണ് തെറ്റ്. മരണം നടന്ന വീട്ടിൽ പോയി ആ ബന്ധുക്കളെ കാണുന്നതും അവരെ ആശ്വസിപ്പിക്കുന്നതൊന്നും ഒരു തരത്തിലുള്ള ഒരു തെറ്റായ കാര്യമല്ല. പാലൂര് ബോംബ് നിർമ്മാണത്തിനൊക്കെ ബോംബ് പൊട്ടി ഒരു CPM പ്രവർത്തകൻ മരിച്ചു. പ്രതികളെല്ലാം CPM-കാര്. ഇതൊക്കെ ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ചയാണോ, CPM-ന്റെ വീഴ്ചയാണോ? തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ വലിയ തിരിച്ചടി ഉണ്ടാവില്ല. ഇത് സാധാരണഗതിയിൽ അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ബോംബ് നിർമ്മിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിയമപരമായിട്ടുള്ള നടപടികൾ അതിനെതിരെ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത് ശക്തമായിട്ട് തന്നെ നടപടികൾ എടുത്തു പോകും. അതിനകത്തൊന്നും രാഷ്ട്രീയമായിട്ട് കാര്യങ്ങൾ കാണേണ്ടതില്ല. തെറ്റാണ് ചെയ്തിട്ടുള്ളത്. ആ തെറ്റ് ചെയ്തവർക്കെതിരെ നടപടികളുണ്ടാവും. നിങ്ങളെ വീട് എവിടെയാ? ഒരു ഉത്തരം പറയാനാണ്, വേറെ ഒരു വിവരത്തിനാണ്. എവിടെയാ വീട്? അതിന് ഉത്തരം പറയാനാണ്. നിങ്ങളെ വീട് എവിടെയാണെന്ന് ചെയ്യുന്നത്? അത് നാട് എന്നാണ്. ഏതാ നാട്? പത്തനംതിട്ട. അപ്പോൾ നിങ്ങളെ വീട്ടിൻ്റെ അടുത്ത് ഒരാൾ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക. അയാൾ ഒരു ക്രിമിനലായിരിക്കും എന്ന് വിചാരിക്കുക. ഒരു ക്രിമിനൽ കുറ്റം ചെയ്ത ആളാണെന്ന് വിചാരിക്കുക. ആ വീട്ടിലുള്ള വീട്ടുകാരില്ലേ? അവിടെ മരിച്ചവർക്ക് പുറമേയുള്ള അവരുടെ മറ്റു ആളുകളില്ലേ? നിങ്ങളെ തൊട്ടടുത്താണെന്ന് വിചാരിക്കുക. നിങ്ങളവിടെ പോവില്ലേ? സാധാരണ നമ്മുടെ ഒരു സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമല്ലേ അതൊക്കെ? സാമൂഹ്യ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നാട്ടിൽ നടക്കാറില്ലേ? അതിൻ്റെ അർത്ഥം കുറ്റത്തോട് മൃദു സമീപനം ഉണ്ട് എന്നാണോ? കുറ്റത്തോട് ഒരു തരത്തിലുള്ള മൃദു സമീപനവും ഇല്ല. പക്ഷേ മനുഷ്യരെപ്പോഴും മനുഷ്യത്വം പാലിച്ചു പോകാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ കണ്ടാൽ മതി. ഞാൻ അങ്ങനെ കാണുന്നില്ല. അത് ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞ ഇതാണ്. അതായത് നാട്ടിലുള്ള ഒരു മരണം നടന്നാൽ ആ മരണ വീട്ടിൽ ഒരു കൂട്ടർ പോകുന്നത് അത് ഒരു നിഷിദ്ധമായൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. കുറ്റത്തോട് മൃദുവായ സമീപനം സ്വീകരിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. കുറ്റത്തോട് മൃദുവായ സമീപനം സ്വീകരിക്കാൻ പാടില്ല. കുറ്റവാളികളോട് മൃദുവായ സമീപനം സ്വീകരിക്കുന്നുണ്ടെങ്കിലാണ് തെറ്റ്. മരണം നടന്ന വീട്ടിൽ പോയി ആ ബന്ധുക്കളെ കാണുന്നതും അവരെ ആശ്വസിപ്പിക്കുന്നതൊന്നും ഒരു തരത്തിലുള്ള ഒരു തെറ്റായ കാര്യമല്ല.